ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എന്റെ ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഞങ്ങള് ലുസൈലിക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവേണ്ടു. എല്ലാരും ഞങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ഞങ്ങൾ 7 മണിക്ക് പുറപ്പെട്ട് എന്നിട്ട് കൊറേ ദൂരം ഉണ്ടാന്ന് നടക്കാൻ വേണ്ടിട്ട്. കാർ കൊറേ ദൂരം പാർക്ക് കിട്ടാത്തോണ്ട് എന്താ വെച്ചാ അവിടെ പാർക്കൊന്നും ഉണ്ടാവില്ല. അവിടെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു കാണാന്. പിന്നെ ഞങ്ങൾ കൊറേ ദൂരം നടന്നു. കൊറേ കുട്ടികൾ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ വലിയ ന്യൂ ഇയറിന് പോണത്. പിന്നെ ഞങ്ങൾ കൊറേ ദൂരം നടന്ന് എന്റെ കാലൊക്കെ നല്ല രീതി കൊട്ടിന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തി. പിന്നെ ഞങ്ങള് കൊറേ നേരം ലൈറ്റ് കണ്ട് നടന്ന്. നല്ല ഭംഗിയുള്ള ലൈറ്റുകളും കൊറേ ലൈറ്റുകള് നല്ല ഭംഗിയില് വെറൈറ്റി ലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നല്ല തണുപ്പുണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ. പിന്നെ ഞങ്ങള് നടക്കണം എന്തിനാ വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, LKG സ്റ്റേഷനിലാണ്. അവിടെ തന്നെ നടക്കാണ്. കുറെ ദൂരം നടന്ന്. പിന്നെ ഞങ്ങള് കുറെ നടന്നപ്പോ അവിടെ ആൾക്കൂട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊരു റേഞ്ച് പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഞങ്ങൾ ഈശ്വലിനെ തന്നെ നടക്കുന്നു. കുറെ നേരം ഈശ്വലിനെ തന്നിട്ട് അവൾ ഇവിടെ ഒന്നും കാണില്ല. പിന്നെ ഞങ്ങൾ കൊറേ നേരം നടന്നപ്പോ കാലൊടിഞ്ഞ്. പിന്നെ ഞങ്ങൾ റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്നപ്പോൾ അവിടെ ലവ് വേണ്ടത്. പിന്നെ ഞങ്ങൾ എന്ത് വെച്ചാൽ അവിടെ പോയിട്ട് കുറെ ഫോട്ടോകൾ എടുത്തു. പിന്നെ ഞങ്ങള് നോക്കുമ്പോ ചൂച്ചുവിന്റെ ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ചൂച്ചു വരണില്ല. പിന്നെ ചൂച്ചു ഓടി. പിന്നെ അങ്ങനെ പിടിച്ച് ഞങ്ങൾ അവിടെ നടന്നു പോയി. ഇവിടെ നല്ല തിരക്കുണ്ടാന്ന്. ഞാനവിടെ വെള്ളം വീണ് കണ്ടപ്പോ ഞാൻ അങ്ങോട്ടൊക്കെ പോയി. ചൂച്ചാണെങ്കിലോ കൊറേ ആൾക്കാർ ഇങ്ങനെ നോക്കിക്കണ്. ചൂച്ച അവിടെ നിന്നിട്ട് കൊറേ കുരുത്തുക്കൾ കാണിക്കണ്ടാവും. ചൂച്ചക്ക് ഇങ്ങോട്ടാ വന്നത്, എന്തിനാ വന്നത് അതൊന്നും അറിയില്ല. ചൂച്ചാണെങ്കിൽ അവിടെ നിന്നിട്ട് കുരുത്തുക്കൾ കാണിക്കാം. അതാണ് എല്ലാവർക്കും ചെയ്യാ. ചോദിച്ചാണെങ്കിൽ അവിടെ നിന്നിട്ട് കുട്ടീനെ കിട്ടി. ആ കുട്ടി ചോദിച്ചിന് കളിക്കാൻ വരണേ. ചൂച്ച പറയും ഞാൻ വരൂലെന്ന്. എന്നിട്ട് ആ കുട്ടി ചോദിച്ചിന്റെ കൈയൊക്കെ പിടിച്ച് വലിക്കും. അതിന് നല്ല ഇഷ്ടം തോന്നുന്നു ചൂച്ചുന്. ഇപ്പൊ ഞങ്ങളൊരു തീരുമാനം എടുത്ത്. എന്താന്ന് വെച്ചാല് ചൂച്ചുന് ഞങ്ങൾ എങ്ങോട്ട് പോലും കൊണ്ടുപോവില്ല. അതാണ് ഞങ്ങളെ തീരുമാനം. എന്താ നിങ്ങളെ അഭിപ്രായം? നിങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ യെസ് എന്ന് പറഞ്ഞു, കൊണ്ടുപോകണമെങ്കിൽ നോ എന്ന് പറഞ്ഞു. അവിടെ ഒരു കുട്ടി നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ആ കുട്ടി വീഴാ കളിക്കുക. പിന്നെ ഞങ്ങൾ അവസാനം ഈശലിനെ കണ്ടുപിടിച്ച് ഇതാണ് ഈശല്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് കൊറേ നേരം ഫ്രണ്ട്സിനായിട്ട് കളിച്ച്. അവിടെ ഈശലിന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് വന്നത് ഞങ്ങൾ വേറെ സ്ഥലത്ത് പോവാനിരുന്ന് അവിടെ തന്നെ വേറെ സ്ഥലത്ത് പോയി. അവിടെ നോക്കുമ്പോള് ഇങ്ങനെ കൊറേ ആൾക്കാരുകളുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് കൊറേ നേരം റെസ്റ്റ് ചെയ്ത്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കൊറേ നേരം ലേസ് ഇരുന്നെത്തുന്നു. വലിയ പാക്കറ്റ് പെട്ടെന്ന് കഴിഞ്ഞ്. പിന്നെ ഞങ്ങൾ കൊറേ കഥകൾ പറഞ്ഞ് കൊറേ നേരം അവിടെ ഇരുന്ന്. പിന്നെ വേണ്ടു ഞങ്ങൾ എന്താ ചെയ്ത് നല്ല തണുപ്പുണ്ടെന്ന് വിചാരിച്ചു. കൊറേ കോട്ടുകളും ഉണ്ടെന്ന്. അവിടെ വന്നപ്പോ ആൾക്കൂട്ടത്തിൽ പെട്ടപ്പോ നല്ല ചൂട്. അതുകൊണ്ട് കോട്ടൊക്കെ കോട്ട അവിടെ ഊരിയിട്ട്. പിന്നെ അവിടെ റോബോട്ടുകൾ ഉണ്ടായിരുന്നു ഫാൻസി ഡ്രസ് ആയിട്ട്. ഞങ്ങൾ എന്താ ചെയ്ത് കുട്ടികളെല്ലാരും അതിനെ പിന്നാലെ പോവാ.
പിന്നെ ഞങ്ങൾ കുറെ നേരം ഇരുന്നിട്ട് എന്റെ ഫ്രണ്ട്സിനായിട്ട് കളിച്ച്. ഈശന്റെ കൂടെ ഉള്ളത് ഈശന്റെ ഫ്രണ്ട്സ് ആണ്, സ്കൂളിലെ ഫ്രണ്ട്സ്. ആദ്യം കണ്ടത് അവരെയാണ്, ഞാനാണ് എന്റെ കണ്ടത്. ഞങ്ങൾക്കിപ്പോ കുറെ സ്നാക്സും ലേസും ജ്യൂസും ക്യാപ്സും ഒക്കെ കൊണ്ടുപോയിണ്ടാന്ന്. അപ്പൊ ഞങ്ങളെല്ലാരും കൂടിച്ച് ഷെയർ ചെയ്ത് കഴിച്ച്. പിന്നെ പരിപാടിയായി. കുറെ കുട്ടികളെ കയ്യില് എന്തുണ്ടായിരുന്നു, ബലൂൺസ് ഉണ്ടായിരുന്നു. കുറെ കുട്ടികളെ കയ്യിൽ നിന്ന് ബലൂൺസ് പോയി, കുറച്ച് കുട്ടികളെ കയ്യിൽ ബലൂൺസ് ഉണ്ടായിരുന്നു. പിന്നെ പരിപാടി തുടങ്ങാൻ ഇപ്പൊ ആയിട്ടില്ല, കുറച്ചു നേരം കൂടി ഇല്ല. ആ ടൈമിൽ ഞങ്ങൾ എന്ത് ചെയ്തു, കുറെ ഗെയിംസ് ഒക്കെ കളിച്ച്. ഞങ്ങൾ രണ്ടുപേര് ഡ്രസ് സെയിം ആയതുകൊണ്ട് ഞങ്ങള് ഫോട്ടോ എടുത്തതാ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, കുറെ നേരം കളിച്ച് വട്ടം വട്ടം നാരങ്ങ അതൊക്കെ കളിച്ച് പിന്നെ കറങ്ങി കുട്ടികള് കളിച്ചു. പിന്നെ ഞങ്ങള് പപ്പീനുണ്ടപ്പോ അങ്ങോട്ട് പോയി നോക്കുമ്പോ നല്ല ക്യൂട്ട്. പിന്നെ അത് പോയി പപ്പി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഒന്നും കൂടി കളിക്കാൻ നിന്ന്. പിന്നെ ഞങ്ങൾ അവിടെ എന്ത് ചെയ്ത് കുറെ ഗെയിംസ് കളിച്ച്. പിന്നെ ഞങ്ങൾ അവിടെ ഇവിടെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, കുറെ നേരം കളിച്ച് ചിരിച്ച് കുറെ നേരം ആക്കി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, പുറത്ത് നോക്കി നിന്നപ്പോ കുറെ കാഴ്ചകളൊക്കെ കണ്ട് കുറെ ഗെയിംസ് കളിച്ച്. എല്ലാരും കോട്ടെടുത്തിട്ട് കുറെ ഗെയിംസ് കളിച്ച്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, പുറത്ത് നോക്കുമ്പോ ലൈറ്റ് മാൻ വന്നു. കുറെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ച് കള്ളനും പോലീസും കളിച്ച്. പിന്നെ ഞങ്ങൾ കുറെ നേരം അവിടെ നിന്ന് അവരെ കണ്ട്. അവര് പോയപ്പോൾ അവർ സ്റ്റേജ് മുന്നൊക്കെ നിന്നിട്ട് ഡാൻസ് കളിക്കണ്ടായിരുന്നു. അവര് പോയപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു, വീണ്ടും കളിക്കാനിരുന്നു. പിന്നെ നിങ്ങൾ എല്ലാരും അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു പരിപാടിക്ക് വരുന്നത്. 26-ന് മാത്രം വന്നിട്ടുള്ളൂ, 25-ന് നാട്ടിലാണ്. ഇവിടെ ഫാമിലിക്ക് മാത്രം വരാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് കുറെ നേരം കളിച്ചു. പിന്നെ എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം.